ഇന്ത്യൻ ടീമിനു വേണ്ടി വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ കളിച്ചു കഴിഞ്ഞുവെങ്കിലും സഞ്ജു സാംസന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുക എന്നതാണ്. അടുത്തിടെ ഇക്കാര്യം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. വൈറ്റ് ബോൾ സ്പെഷ്യലിസ്റ്റായി മാത്രം അറിയപ്പെടാൻ താൽപ്പര്യമില്ലെന്നും ടെസ്റ്റിൽ കൂടി രാജ്യത്തെ പ്രതിനിധീകരിക്കാനുള്ള ശ്രമത്തിലാണ് താനെന്നുമാണ് സഞ്ജു അന്ന് തുറന്നു പറഞ്ഞത്. പക്ഷേ ടെസ്റ്റിൽ അദ്ദേഹത്തെ ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ? ഇതേക്കുറിച്ചൊന്ന് പരിശോധിക്കേണ്ടേ? ടെസ്റ്റ് ടീമിൽ ഇടം പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അടുത്ത മാസം നടക്കാനിരിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നത്. 2020 ഫോർമാറ്റിലുള്ള ഈ ടൂർണമെന്റിന് പകരം അടുത്ത മാസം തന്നെയുള്ള ദുലീപ് ട്രോഫി റെഡ് ബോൾ ടൂർണമെന്റിൽ കളിക്കാനായിരുന്നു സഞ്ജുവിന്റെ പ്ലാൻ. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന 4 ടീമുകളൊന്നിൽ അദ്ദേഹം അവസരവും പ്രതീക്ഷിച്ചു. പക്ഷേ ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ സഞ്ജുവിന്റെ പേര് ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു ടീമിലേക്കും അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നത് എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ സഞ്ജുവിനെ വെറും വൈറ്റ് ബോൾ താരമായി മാത്രമായിട്ടാകും അവർ പരിഗണിക്കുന്നത്. റെഡ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് മികച്ചൊരു ഭാവിയുണ്ടെങ്കിൽ സെലക്ടർമാർ തീർച്ചയായും അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു ടീമിൽ ഉൾപ്പെടുത്തിയേനെ. ഇന്ത്യൻ ടീമിനൊപ്പം ടെസ്റ്റിൽ സഞ്ജുവിന് ഭാവിയിലും വലിയ പ്രതീക്ഷ വേണ്ടെന്ന ആദ്യ സൂചന കൂടിയാണ് ഈ അവഗണന. പക്ഷേ റെഡ് ബോൾ ക്രിക്കറ്റിൽ തന്റെ കഴിവ് തെളിയിക്കാനും സെലക്ടർമാരുടെ മുൻവിധി തെറ്റാണെന്ന് തെളിയിക്കാനും സഞ്ജുവിന് ഇനിയും അവസരമുണ്ട്. പക്ഷേ അതിനായി രഞ്ജി ട്രോഫിയുടെ പുതിയ സീസൺ വരെ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടതായി വരും. രഞ്ജിയിൽ കേരളത്തിനു വേണ്ടി പരമാവധി മത്സരങ്ങളിൽ കളിച്ച് നന്നായി പെർഫോം ചെയ്യുക എന്നതാണ് സഞ്ജുവിന് മുന്നിലുള്ള പ്രധാന വഴി. പക്ഷേ രഞ്ജിയിൽ കേരളത്തിനായി കസറിയതുകൊണ്ട് മാത്രം ഉടൻ ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്തുമെന്ന് സഞ്ജുവിന് പ്രതീക്ഷ വേണ്ട. കാരണം ഈ ഫോർമാറ്റിൽ അദ്ദേഹത്തെക്കാൾ മുൻതൂക്കം മറ്റു ചില താരങ്ങൾക്കാണ്. ഋഷഭ് പന്താണ് ടെസ്റ്റിൽ ഇന്ത്യയുടെ നിലവിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. ബാക്കപ്പ് റോളിലേക്കായി 2 പേരാണ് പോരടിക്കുന്നത്. ഒരാൾ ഇഷാൻ കിഷൻ ആണെങ്കിൽ മറ്റൊരാൾ അടുത്തിടെ അരങ്ങേറിയ ധ്രുവ് ജുറേലാണ്. ഇവരെ കൂടാതെ നേരത്തെ ഋഷഭിന്റെ ബാക്കപ്പായിരുന്ന KS ഭരത്തും തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നുണ്ട്. അതായത് ടെസ്റ്റ് ടീമിൽ കയറിപ്പറ്റണമെങ്കിൽ സഞ്ജുവിന് 3 പേരെയാണ് ഇപ്പോൾ ഓവർടേക്ക് ചെയ്യേണ്ടി വരിക. ഇംഗ്ലണ്ടുമായുള്ള അവസാന ടെസ്റ്റ് പരമ്പരയിൽ അരങ്ങേറുകയും 2ാം ടെസ്റ്റിൽ തന്നെ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തിട്ടുള്ള താരമാണ് ജുറേൽ. ടീമിന്റെ ഭാവി നമ്പർ 1 വിക്കറ്റ് കീപ്പറായി പോലും താരം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇഷാൻ ആവട്ടെ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. മടങ്ങിവരവിലെ ആദ്യ കളിയിൽ തന്നെ അദ്ദേഹം സെഞ്ചുറിയും കുറിച്ചിരുന്നു. ഫോം തുടർന്നാൽ ഇഷാൻ വൈകാതെ ടെസ്റ്റ് ടീമിലേക്ക് തിരികെ എത്തുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ സഞ്ജുവിന് ടെസ്റ്റിൽ കളിക്കുകയെന്നത് ഏറെക്കുറെ അസാധ്യം തന്നെയാണ്. പ്രായവും അദ്ദേഹത്തിന് വെല്ലുവിളിയാണ്. 29-ലെത്തിക്കഴിഞ്ഞ സഞ്ജുവിന് കരിയറിൽ ഇനി എത്ര കാലം ഒരേ ഫോമിൽ കളിക്കാൻ സാധിക്കുമെന്നതും ചോദ്യചിഹ്നമാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സഞ്ജുവിന് മോശമല്ലാത്ത റെക്കോർഡാണുള്ളത്. 62 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിലായി 102 ഇന്നിംഗ്സുകളിലാണ് 2011 മുതൽ 2024 വരെ അദ്ദേഹം കളിച്ചത്. അവയിൽ നിന്നും 38.54 ശരാശരിയിൽ 3623 റൺസും സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട്. 10 സെഞ്ചുറികളും 16 ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും. അവസാന രഞ്ജിയിൽ 5 കളിയിൽ നിന്ന് 177 റൺസായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം.